മിശിഹായാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നോയമ്പ് കാലഘട്ടത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്ക് അല്പസമയം ഒന്ന് ധ്യാന വിഷയമാക്കാം. അതിൻ്റെ ആദ്യ വചനം ഇപ്രകാരമാണ്: അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. ഇപ്രകാരമാണ് ആ വചനഭാഗത്തിൻ്റെ ആദ്യ തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നോയമ്പ് കാലഘട്ടം നമുക്കറിയാം ഉപവാസത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും കൂടുതൽ പ്രാർത്ഥനയുടെയും ഒക്കെ അവസരങ്ങളാണ്. ഈ തിരുവചനത്തിലും ഇതാ നമ്മൾ വായിച്ചു കേട്ടത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മൾ ആരംഭത്തിലെ ഒന്ന് ധ്യാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. കർത്താവിന് പൈശാചികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും വിജയം വരിക്കാൻ സാധ്യമായി തീർന്നത് ഈശോയെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചതുകൊണ്ടാണ്. ഒറ്റയ്ക്കല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സജീവമായ സാന്നിധ്യവും സംരക്ഷണവും ഈശോയ്ക്ക് സദാസമയം ഉണ്ടായിരുന്നു. വചനം അതുകൊണ്ടാണ് പറഞ്ഞത്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ ആത്മാവിനാൽ ഈശോയെ മരുഭൂമിയിലേക്ക് ഈശോ നയിക്കപ്പെട്ടു എന്ന്. പരിശുദ്ധാത്മാവ് നയിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈശോ നിറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഈ സാന്നിധ്യം ഉള്ളതുകൊണ്ട് പിശാചിൻ്റെ എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും മുക്തി പ്രാപിക്കാൻ, വിജയം വരിക്കാൻ ഈശോയ്ക്ക് സാധിച്ചു. നോയമ്പ് കാലഘട്ടം ആത്മാവിനാൽ നിറയുന്ന കാലഘട്ടമായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള അവസരങ്ങളായിരിക്കണം. പ്രിയമുള്ളവരെ, പൊതുവെ ഒരു ധാരണയുണ്ട്, കുറച്ച് ഭക്ഷണം ഉപേക്ഷിച്ചാൽ മതി, ഇഷ്ടപ്പെട്ട ചില സാധനങ്ങൾ ഒന്ന് മാറ്റിവെച്ചാൽ മതി, നോയമ്പായി എന്ന്. അതൊക്കെ നല്ല വശങ്ങൾ തന്നെ. പക്ഷേ ആത്മാവിൻ്റെ നിറവുണ്ടാവുക എന്നുള്ളത് അതിപ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ ഗണിക്കണം. എന്നാലേ തിന്മയുടെ സ്വാധീനങ്ങളെ എൻ്റെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് പറിച്ചു നീക്കാനും ഈ സ്വാധീനങ്ങൾക്ക് അകപ്പെട്ടു പോകാതിരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. വീണ്ടും ഈ ആത്മാവ് ഈശോയെ എങ്ങോട്ടാണ് നയിച്ചതെന്ന് നമ്മൾ അറിയണം. മരുഭൂമിയിലേക്കാണ് ഈശോയെ പരിശുദ്ധാത്മാവ് നയിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മരുഭൂമി എന്ന് പറഞ്ഞാൽ ജീവിക്കാനായി എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. അരക്ഷിതാവസ്ഥയുള്ള സ്ഥലം. യാതൊരു ജീവിത സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഇല്ലാത്ത ഒരിടമാണ് മരുഭൂമി. ഈ തിരുവചനത്തിൻ്റെ അർത്ഥവും നമ്മൾ അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അല്ലാതെ കർത്താവ് ഈശോയെ പരിശുദ്ധാത്മാവ് സഹാര മരുഭൂമിയിലേക്ക് നയിച്ചു എന്നതിനേക്കാൾ ഉപരി, അങ്ങനെയുള്ള മരുപ്രദേശങ്ങളിലേക്ക് നയിച്ചു എന്നതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുള്ള അന്തരീക്ഷത്തിൽ ഈശോ എത്തിച്ചേർന്നു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് എന്താ സംഭവിച്ചതെന്നുള്ളതാണ്. മരുഭൂമിയിലേക്ക് ആത്മാവ് ഈശോയെ നയിച്ചപ്പോൾ ഈശോ പറഞ്ഞില്ല, ഓ അവിടെ പോകുന്നും വേണ്ട, അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ്, വെള്ളം കിട്ടിയല്ല, തണുപ്പില്ല, കൊടും വെയിലാണ്, ഭക്ഷണം ഉണ്ടാകാൻ സാധ്യതയില്ല, കിടപ്പാടം ഉണ്ടാവില്ല, എല്ലാ തരത്തിലും ബുദ്ധിമുട്ടും ദുരിതമായിരിക്കും, അങ്ങോട്ട് പോകണ്ട. കർത്താവ് ഒന്നും തന്നെ അപ്രകാരം പറഞ്ഞില്ല. ആത്മാവ് എവിടേക്ക് നയിച്ചോ ആ സ്ഥലത്തേക്ക് ഈശോ പോകാൻ സന്നദ്ധനായി. പ്രിയമുള്ളവരെ, നോയമ്പാചരണ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു വിധം ഇത് തന്നെയാണ്. ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ, കഷ്ടപ്പാടുള്ള അന്തരീക്ഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും ഓടി ഒളിക്കുന്നതിലല്ല, അതിനെയൊക്കെ ഫേസ് ചെയ്യുന്നതിലാണ്, അഭിമുഖീകരിക്കുന്നതിലാണ്, ആത്മാവിൻ്റെ ശക്തിയിലൂടെ അതിനെയൊക്കെ നേരിടുന്നതിലാണ് നമ്മുടെയൊക്കെ അന്തസത്ത അടങ്ങിയിരിക്കുന്നത്. ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരു തരത്തിലും അവിടെ നോ പറയുന്നില്ല, നിന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും അടുത്ത വചനം,
40 ദിനരാത്രങ്ങൾ ഈശോ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ അവന് വിശന്നു എന്നാണ് വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഈ തിരുവചനം പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഉടനീളം ശക്തമായ വിധത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും നോയമ്പ് ആചരിക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ ആദിമ കാലഘട്ടം മുതൽ ഈ വലിയ നോയമ്പ് അത്യധികം പ്രാധാന്യത്തോടെ അനുഷ്ഠിക്കുന്ന ഒന്നാണ്. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ശാരീരികമായി, മാനസികമായി, ഭൗതികമായി നമ്മളെയൊക്കെ ഒരു തരത്തിൽ ഒരുക്കിയെടുക്കുന്ന കാലഘട്ടമാണിത്. ഇവിടെ ഈശോ ഇതാ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവന് വിശന്നു, പ്രലോഭകൻ അവനെ സമീപിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, എപ്പോഴാണ് തിന്മയുടെ സ്വാധീനം, പ്രലോഭകൻ ഈശോയുടെ അടുത്ത് വന്നതെന്ന് നമ്മൾ ഓർക്കണം. കർത്താവിന് വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന നേരത്താണ്. അതായത് ഇനി ഭക്ഷണം കഴിക്കാതെ എനിക്ക് ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റിയല്ല, ഒരു മണിക്കൂർ പോലും ജീവിക്കാനായിട്ട് സാധിക്കാന എന്ന് തോന്നുന്ന വിധത്തിൽ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് ഇതാ പ്രലോഭകൻ വരുന്നു. എൻ്റെ ജീവിതത്തിലായാലും നമ്മുടെ ആരുടെ ജീവിതത്തിലായാലും ഇത് സത്യം ഇങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും തരത്തിലുള്ള പാപം ചെയ്യാനായിട്ട് എനിക്ക് പ്രേരണ ഉണ്ടാകുന്നത്, നമുക്ക് ഓരോരുത്തർക്കും പ്രേരണ വരുന്നത്, തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മളെ അതിനായിട്ട് പ്രേരിപ്പിക്കുന്നത് അങ്ങനെയുള്ള അന്തരീക്ഷം ഒരുങ്ങിക്കഴിയുമ്പോഴാണ്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എത്തിക്കഴിയുമ്പോഴാണ്. നമുക്ക് എപ്പോഴാണ് ഒരാളോട് ദേഷ്യം തോന്നുന്നത്? ഏറ്റവും സ്നേഹിച്ചിരിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരാളോട് നമുക്ക് ദേഷ്യം വരികയില്ല. സ്നേഹിക്കുന്ന ഒരാളെ കണ്ടാലും നമുക്ക് ദേഷ്യം വരില്ല. നമുക്ക് ദേഷ്യം വരുന്നത് എപ്പോഴാണ്? നമുക്കിഷ്ടമില്ലാത്ത ഒരാളെ കാണുമ്പം, നമ്മൾ വെറുക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പം ഉടനെ ഉള്ളിൽ അരിശവും ദേഷ്യവും ഒക്കെ വരും. പ്രലോഭകൻ, തിന്മയുടെ സ്വാധീനം ഇങ്ങനെയാണ് നമ്മളെ പ്രലോഭിപ്പിക്കുന്നത്. കർത്താവിൻ്റെ അടുത്തേക്ക് പ്രലോഭകൻ വന്നത് വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന നേരത്താണ്. അതല്ലാതെ ഇഷ്ടംപോലെ രുചികരമായ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന നേരത്ത് പ്രലോഭകൻ വന്ന്, പിശാച് വന്ന് കർത്താവിനോട് പറഞ്ഞാലോ, ഇതേ ആ കല്ലിനോട് അപ്പാകാൻ പറഞ്ഞു, നീ അത് ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവിന് അത് വേണ്ട. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുത്ത് പ്രലോഭകൻ വന്നത് വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന നേരത്താണ്. നമ്മുടെ ജീവിതത്തിലേക്കും തിന്മയുടെ സ്വാധീനങ്ങൾ, ഇന്ന പാപം ചെയ്തോ, ഇന്ന തെറ്റ് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നത് ഏറ്റവും കൂടുതൽ വിശപ്പുള്ള, ഏറ്റവും കൂടുതൽ അത് അത്യാവശ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന സന്ദർഭങ്ങളിലാണെന്ന് മറക്കരുത്. ഇവിടെ കർത്താവിൻ്റെ അടുത്തേക്ക് പ്രലോഭകം വന്നതും ആ സന്ദർഭത്തിൽ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട് 3 പ്രലോഭനങ്ങൾ കർത്താവ് അഭിമുഖീകരിക്കുന്നത്. ഇതിനെ 3ആയി നമ്മൾ മനസ്സിലാക്കുമ്പോൾ, 1 ശാരീരികമായിട്ടുള്ള പ്രലോഭനം, 2 ഭൗതികമായിട്ടുള്ള പ്രലോഭനം, 3 ആത്മീയമായ പ്രലോഭനം. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഈ 3 തലങ്ങളിലുള്ള പ്രലോഭനങ്ങളെയാണ്. ഈശോ അഭിമുഖീകരിച്ചതും കർത്താവ് വിജയം വരിച്ചതും ഈ 3 തരത്തിലുള്ള പ്രലോഭനങ്ങളെയാണ്. ഒന്നാമത് ശാരീരികമായ പ്രലോഭനം. അത് വിശപ്പിൻ്റെ വിളിയാണ്. പ്രിയപ്പെട്ടവരെ, വിശപ്പിൻ്റെ പ്രലോഭനം അത് ചിലപ്പോൾ വയറിൻ്റെ വിശപ്പായിരിക്കാം, ശരീരത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വികാരപരമായ വിശപ്പായിരിക്കാം. വിശപ്പിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുക എന്നുള്ളത്, ശരീരത്തിൻ്റെ പ്രലോഭനങ്ങളെ തരണം ചെയ്യുക എന്നുള്ളത് ഒരു വ്യക്തി വിജയം വരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. പ്രിയപ്പെട്ടവരെ, ശാരീരികമായ പ്രലോഭനങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണത്തിൻ്റെ, വയറിൻ്റെ വിശപ്പ്. 2 പലതരത്തിലുള്ള വികാരങ്ങൾ. ചിലപ്പോൾ ലൈംഗികമായ വികാരമായിരിക്കും, ചിലപ്പോൾ ഇന്ന തെറ്റ് ചെയ്യണമെന്ന്, ലൈംഗികമായ ഒരു പാപം ചെയ്യാനായിട്ട് ഒത്തിരിയേറെ പ്രലോഭനം തോന്നിയാലും എന്നിട്ടും അത് ചെയ്യാതിരിക്കുമ്പോഴാണ് ഒരാളുടെ ശക്തിയും കഴിവും ആത്മീയമായ സിദ്ധിയും വെളിപ്പെടുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാന് വിവാഹം കഴിക്കണം, മക്കൾ വേണം എന്നൊക്കെയുള്ള അതിയായ ആഗ്രഹം, പ്രലോഭനങ്ങളുണ്ടായിരുന്നു. ലൈംഗികമായ പ്രലോഭനങ്ങൾക്ക് അദ്ദേഹം അടിമപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ എപ്പോഴും ഈ പ്രലോഭനം വലച്ചിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം പോലും അദ്ദേഹം അങ്ങനെയുള്ള തിന്മയിൽ വീണില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അദ്ദേഹം റോസ ചെടികളുടെ മുകളിലേക്ക് വീണ്
അങ്ങ് ചെന്ന് വീണ് ആ മുള്ളുകളിൽ ചെന്ന് സ്വയം ശരീരത്തെ പീഡിപ്പിക്കാൻ പരിശ്രമിച്ചിരുന്നു, മുള്ളുകൾ കൊണ്ട്. പ്രിയപ്പെട്ടവരെ ഓർക്കണം, ആ മഹാവിശുദ്ധൻ ഒരിക്കൽ ഒരു മഞ്ഞുമലയിൽ ചെന്നു. എന്നിട്ട് 2-3 രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചു. മഞ്ഞുകൊണ്ട്, മഞ്ഞുകട്ടകൾ കൊണ്ട് ഒരു സ്ത്രീയുടെ രൂപം, 2 കൊച്ചു കുട്ടികളുടെ രൂപം. എന്നിട്ട് കൂടെയുള്ള ലിയോ സഹോദരനോട് പറഞ്ഞു, ഇത് കണ്ടില്ലേ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ. എന്നിട്ട് കൈകൊണ്ട് ആ 3 പ്രതിമകളെയും തല്ലി ഉടച്ചു കളഞ്ഞു. എന്തേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു പ്രലോഭനം, ശാരീരികമായ പ്രലോഭനം ഉണ്ട്. അതിനെ അതിജീവിക്കാൻ അദ്ദേഹം കിണഞ്ഞ് പരിശ്രമിച്ചു, അതിൽ വിജയം വരിക്കുകയും ചെയ്തു. നമുക്കും ശരീരത്തിൻ്റെ പ്രലോഭനങ്ങളുണ്ടാകാം, ഏതെങ്കിലുമൊക്കെ തരത്തിൽ. ചിലപ്പോൾ അത് ദേഷ്യവികാരമായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലും അടിക്കണമെന്നുള്ള വികാരമായിരിക്കാം, പ്രലോഭനമായിരിക്കും, ഉപദ്രവിക്കണം, ചതിക്കണം, അതല്ലെങ്കിൽ ലൈംഗികമായ ഒരു പാപം ചെയ്യണമെന്നുള്ള പ്രലോഭനമായിരിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതല്ല, പ്രലോഭനങ്ങളെ അതിജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതല്ല, അതുങ്ങളെ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലാണ് നമ്മുടെയൊക്കെ, നമ്മൾ പറയില്ല, നമ്മുടെ മെറ്റൽ തെളിയിക്കുന്നത് അങ്ങനെയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഇതാ, പ്രലോഭകൻ ഈശോയുടെ അടുത്ത് വന്ന് ഒന്നാമത്തെ ശാരീരികമായ പ്രലോഭനത്തിൽ കർത്താവിനെ വീഴിക്കാൻ നോക്കി. വിശപ്പിൻ്റെ പ്രലോഭനം, ഇത് അപ്പമാകിക്കോ, ആ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞോ, എന്നിട്ട് ഭക്ഷിച്ചോ എന്ന്. പഴയ നിയമത്തിൽ ഇങ്ങനെ വിശപ്പിൻ്റെ പേരിൽ ജ്യേഷ്ഠപുത്ര സ്ഥാനം കളഞ്ഞ ഏസാവിനെ നമുക്കറിയാം. വിശന്ന് പൊരിഞ്ഞു വന്ന ആ മനുഷ്യൻ, യാക്കോബ് പറഞ്ഞു, അനുജൻ പറഞ്ഞു, പായസം തരാം, പക്ഷേ ജ്യേഷ്ഠപുത്ര സ്ഥാനം തരണമെന്ന്. അയാൾ അത് സമ്മതിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രലോഭനങ്ങൾ ഉണ്ടാവുക, ഇത് കൂടാതെ ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന സമയങ്ങളാണ്. ആദവും ഹവ്വായും അങ്ങനെ വീണുപോയി ഒരു ചെറിയ ഭക്ഷണത്തിൻ്റെ പേരിൽ. പ്രിയമുള്ളവരെ, ഇങ്ങനെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ, ശാരീരികമായ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് കൂടിയേ തീരൂ. ഈ നോയമ്പ് കാലഘട്ടം ശാരീരികമായിട്ടുള്ള പ്രലോഭനങ്ങളെ തരണം ചെയ്യാനും അതിജീവിക്കാനുള്ള ശക്തി ആർജിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ടാണ് ഉപവസിക്കുക എന്ന് പറയുന്നത്. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനോട് കൂടെ വസിക്കുക എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന രണ്ടാമത്തെ പ്രലോഭനം നമ്മൾ കാണുന്നത്, അത് ഭൗതികമായിട്ടുള്ള പ്രലോഭനമാണ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, യേശുവിനെ അനന്തരം പിശാച് ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, ഉയർന്ന ഒരു ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് പറഞ്ഞു, നീ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിക്കോ, ദൈവദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് പറഞ്ഞു. ഈശോ ആ പിശാചിൻ്റെ ആ പ്രലോഭനത്തോട് പ്രതികരിച്ചത് ഇപ്രകാരമാണ്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതേ എന്ന്. ഭൗതികമായ പേരിനും പ്രശസ്തിക്കും പെരുമയ്ക്കും നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൗതികമായ പേരും പെരുമയും പ്രശസ്തിയും ഇതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളത് ഒരു തരം പിശാചിൻ്റെ പ്രലോഭനമാണ്, നമ്മളെയൊക്കെ തകർത്ത് കളയാനായിട്ടുള്ളത്. മൂന്നാമത്തെ പ്രലോഭനം നമ്മൾ കാണുന്നത്, കർത്താവിനെ ഒരു വലിയ മലയിലേക്ക് കൊണ്ടുപോയി ലോകത്തിൻ്റെ മഹത്വങ്ങൾ കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ കുമ്പിട്ട് ആരാധിക്കുക, ഞാൻ ഇതൊക്കെ നിനക്ക് തരാമെന്ന്. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ കാണുന്ന സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടവും പരക്കം പാച്ചിലും ഇന്ന് സർവ്വസാധാരണമാണ്. ഓർക്കണം, ശാരീരികമായ, ഭൗതികമായ, ആത്മീയമായ തലത്തിലുള്ള ഈ 3 വിധത്തിലുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നോയമ്പ് കാലഘട്ടം ഓരോ വ്യക്തികളെയും ആഹ്വാനം ചെയ്യുന്നുണ്ട്. നമുക്കും കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഈശോയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നതുപോലെ ആത്മീയമായിട്ടുള്ളത്, ഭൗതികമായിട്ടുള്ളത്, ശാരീരികമായിട്ടുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയൊക്കെ തരണം ചെയ്യാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി കൊണ്ട് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ തരും, അനുഗ്രഹം തരും. ഈശോയോട് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, നോയമ്പ് കാലഘട്ടം അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, ശക്തി ആർജക്കലിൻ്റെ, ആത്മീയമായ ശക്തി കൈവരിക്കുന്നതിൻ്റെ അവസരമാക്കി തീർക്കുവാനുള്ള കൃപ തരണമേ, അനുഗ്രഹം തരണമേ എന്ന് ഈശോയോട് നമുക്ക് അപേക്ഷിക്കാം. അതിനായി കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഈ നോയമ്പ് കാലഘട്ടത്തിൽ അനുഗ്രഹിക്കട്ടെ.